പവിത്രനെ ശ്രേയ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. പക്ഷെ ആ കുട്ടിയുടെ അച്ഛനാണ് പവിത്രൻ എന്നുള്ളതുകൊണ്ട് അതൊരു തെളിവായി പറയാൻ പറ്റില്ല. പക്ഷേ പവിത്രൻ നേരിട്ടോ മറ്റാരെങ്കിലും കൊണ്ടോ മാറ്റി നിർത്തിയതും ആവാം. ഏതായാലും ഈ ഫോൺ ദർശനയുടെ കയ്യിലിരിക്കട്ടെ, നമുക്ക് ആവശ്യം വരും. അയാൾ മറ്റാരെങ്കിലും കൊണ്ടാണ് ശ്രേയയെ മാറ്റി നിർത്തിയിരിക്കുന്നെങ്കിൽ ഇതിലേക്ക് വിളി വരും. ഏതായാലും തൽക്കാലം പവിത്രനെയും ഗിരിജയും പുറത്തേക്ക് വിടണ്ട. ഞാൻ 2 പോലീസുകാരെ ഇവിടെ നിർത്തിയിട്ട് പോവാം. ഇപ്പോ ശ്രേയയുടെ നമ്പറും കൃഷ്ണന്റെ നമ്പറും സൈബർ സെല്ലും ഡിപ്പാർട്ട്മെന്റും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോ നിഖിലിന്റെ കാര്യമോ? അവനെ കണ്ടുപിടിക്കണ്ടേ? SI സംഘവും നിഖിലിനെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാം. കുര്യച്ചൻ വണ്ടിയിലുണ്ട്. തൽക്കാലം ഞാൻ കുര്യച്ചനെ കൊണ്ടുപോവാ. പവിത്രന്റെ ഫോൺ തന്നത് അയാളെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ അയാളെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നേക്കാം.